ജിംഖാന എനിക്കത് പേഴ്സണലി നല്ല അടിപൊളി എലമെന്റ്സ് നമ്മൾ ടീനേജേഴ്സ് കഴിഞ്ഞിട്ട് ബസൂക്ക വാസ് നോട്ട് അപ് ടു ദ മാർക്ക് എന്ന് തന്നെ പറയേണ്ടി വരും. എനിക്ക് ഒരു കാര്യം ഇഷ്ടപ്പെട്ടു. എന്താണ്? ഹലോ ഗൈസ്, അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയ 2 പടങ്ങളുടെ റിവ്യൂ ആണ് വന്നിരിക്കുന്നത്. ഏതൊക്കെയാണ് പടം? ആലപ്പുഴ ജിംഖാനയും ബസൂക്കയും. അതെ, ആലപ്പുഴ ജിംഖാനയും ബസൂക്കയും. സോ നമുക്ക് എൻ്റെ റിവ്യൂയിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് നമുക്ക് ആലപ്പുഴ ജിംഖാനെ കുറിച്ച് പറയാം. ജിംഖാന എനിക്കത് പേഴ്സണലി നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഒരു കോമഡി, സ്പോർട്സ് ഓറിയൻറ്റഡ്, ബട്ട് സ്റ്റിൽ ഒരു ക്ലീഷ അല്ല, ആ ഒരു രീതിക്കുള്ളൊരു പടമായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മള് ഇങ്ങനെ ആയിരിക്കും അടുത്ത സീൻ ചെയ്യുന്നത്, ഇപ്പൊ ഇങ്ങനെ ആയിരിക്കും പോകാൻ പോണേന്നൊക്കെ നമ്മൾ വിചാരിക്കും. ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. അതായത് അത് ആ ഒരു ഫ്ലോയ്ക്ക് നല്ലപോലെ പോകുന്നുണ്ടായിരുന്നു. നമുക്ക് ആ ഒരു ടൈം അതെ നസ്ലിൻ ടച്ച്. പക്ഷെ നസ്ലിൻ ഓറിയന്റഡ് ഫിലിം അല്ല കേട്ടോ. എല്ലാ ക്യാരക്ടേഴ്സും അതിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. എല്ലാവരും നല്ലപോലെ പെർഫോം ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മളൊരു ഒരുപാട് നിമിഷങ്ങൾ നമുക്ക് നല്ല പൊട്ടിച്ചിരിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ അവർ വൃത്തിക്ക് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഫസ്റ്റ് ഹാഫ് നല്ല രസമുണ്ടായിരുന്നു. ഒന്നും അറിഞ്ഞ പെട്ടെന്ന് സമയം പോയി. സെക്കൻഡ് ഹാഫ് തുടങ്ങിയ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറിയൊരു ലാഗ് വന്നു. ബട്ട് അതിനുശേഷം അവരത് മേക്കപ്പ് ചെയ്തു. ടുവേർഡ്സ് എൻഡ് ഇറ്റ് വാസ് എ വെരി ഗുഡ് തിങ്. സ്റ്റോറി കാര്യങ്ങൾ അങ്ങനെ സംഭവം പ്രത്യേകിച്ചൊന്നും ഇല്ല. ബട്ട് ഇതൊരു യൂത്ത് ഫിലിമാണ്, ഒരു ടീനേജ് ഫിലിമാണ്. ആ ഒരു രീതിക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ടീനേജേഴ്സ് കഴിഞ്ഞിട്ട് 10-12 കൊല്ലമായി. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകളുടെ ചിന്തയും കാര്യങ്ങളും നമുക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഓവറോൾ ഇറ്റ് വാസ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ്. എൻ്റെ മ്യൂസിക് ആയാലും എന്താണെങ്കിലും വളരെ നല്ല രീതിക്ക് എക്സിക്യൂട്ട് ചെയ്തതിൻ്റെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. ടോട്ടലി ഒരു തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന പടം തന്നെയാണ്. കാര്യം ആ പവർ പഞ്ച് കാര്യങ്ങളൊക്കെ നല്ല ഓഡിയൻസും വേണം. ഇന്റർവ്യൂസിലൊക്കെ അവർ പറഞ്ഞ പഞ്ച് കിട്ടുന്ന നല്ലപോലെ അറിയാനുണ്ട് ആ ഫിലിമിനകത്ത്. അപ്പം അതായത് ആ സീനൊക്കെ വന്നപ്പോഴത്തേക്ക് ആ പഞ്ചൊക്കെ നല്ലപോലെ കിട്ടുന്നുണ്ട്. ആ നല്ല പഞ്ചുണ്ടായിരുന്നു. അപ്പോൾ ഓവറോൾ ഇറ്റ് വാസ് എ വെരി ഗുഡ് ഫിലിം. ഒരു തിയേറ്റർ വാച്ച് അറിയിക്കുന്ന ഫിലിം തന്നെയാണ് മോസ്റ്റ് വാച്ചിങ് തിയേറ്റേഴ്സ്. അതെ. ഇനി നമുക്ക് ഇവിടെ രണ്ടാമത്തെ പടം ബസൂക്ക വാസ് നോട്ട് അപ് ടു ദ മാർക്ക് എന്ന് തന്നെ പറയേണ്ടി വരും. എനിക്ക് ഒരു കാര്യം ഇഷ്ടപ്പെട്ടു. എന്താണ്? ലുക്ക് കൊള്ളാം. മമ്മൂക്കയുടെ ലുക്ക് കൊള്ളാം. ആ ഫോട്ടോസ് വന്ന് അതിനുള്ള ലുക്കൊക്കെ ഉണ്ട്. ബട്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നു. അതിന്റെ ലാസ്റ്റ് പോർഷൻ വാസ് ഓക്കെ, രസമുണ്ടായിരുന്നു. മമ്മൂക്കയുടെ പോർഷൻസ് ഒക്കെ ഉള്ളായിരുന്നു. ബട്ട് ഓവറോൾ ഈ ഒരു പടം മൊത്തത്തിലൊരു കോണ്ടം പോലെ എടുത്ത് വെക്കുമ്പോഴത്തേക്ക് നമുക്ക് പ്രത്യേകിച്ച് അതിനകത്തൊന്നും ഇല്ല. അതാണ് പ്രശ്നം. സ്റ്റോറി ഉണ്ട്. സ്റ്റോറി മീൻസ് ഒരു കോൺസെപ്റ്റ് ഉണ്ട്. പക്ഷെ ആ ഒരു കോൺസെപ്റ്റിന്റെ എക്സിക്യൂഷൻ നല്ല പോലെ പാടിയിട്ടുണ്ട്. പുള്ളി ഉദ്ദേശിച്ച പോലെ, അല്ലെങ്കിൽ നമുക്ക് കൺവിൻസിങ് ആയ രീതിക്കോ, അല്ലെങ്കിൽ നമ്മൾ ഒരു എക്സ്പെക്ടേഷൻ വെച്ചോ ആ ഒരു പടത്തിന് ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന രീതിക്കോ ആ ഒരു സംഭവം എത്തിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ആ ഫിലിമിനെ കുറിച്ച് എനിക്ക് തോന്നിയത്. നിനക്കോ? എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടത് മമ്മൂക്കയുടെ ലുക്ക്. ഓക്കെ. എനിക്ക് പ്രത്യേകിച്ച് വേറെ അതില് ഒന്നും തോന്നിയില്ല. എനിക്ക് പടം പെട്ടില്ല. എനിക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തൊരു പടമായി പോയത്. ക്ലൈമാക്സിലായിട്ട് ടുവേർഡ്സ് എൻഡ് എന്തൊക്കെയോ സംഭവങ്ങൾ ശ്രമിച്ചു. ബട്ട് സ്റ്റിൽ അതും മൊത്തത്തിലൊരു എല്ലാ ഭാഗങ്ങളും ഓക്കെ ആകുമ്പോൾ നമുക്ക് ആ ഒരു അതെ സിനിമ പാളിപ്പോയത് എനിക്ക് മെയിനായിട്ട് തോന്നിയത് അത് പ്രസന്റ് ചെയ്ത രീതി, അത് കൊണ്ടുപോയ വഴികൾ. ഇപ്പൊ പല ഷോട്ടുകളിലുള്ള പല രീതികളൊക്കെ എനിക്ക് ഓൾഡ് സ്റ്റൈലിലെ ഫിലിം മേക്കിംഗ് പോലെയാണ് തോന്നിയത്. പുള്ളി കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. പക്ഷെ അത് കൺവേ ചെയ്ത രീതി കറക്റ്റ് ആയില്ല. അതെ, കണ്ടു മറന്ന കുറെ കാര്യങ്ങൾ ഇതിനകത്ത് എങ്ങനെയൊക്കെയോ അതായത് നമ്മള് കുറെ പീസ് തുണികൾ എടുത്ത് തയ്ച്ചു വെച്ചാൽ എങ്ങനെ ഇരിക്കും, അതിന് പെർഫെക്ഷൻ കിട്ടാതെ അതുപോലെയാണ് എനിക്ക് ശരിക്കും ഈ ഫിലിം ഫീൽ ചെയ്തത്. അപ്പം ബസൂക്ക ഒരു തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. മോറോലെസ് ലൈക്ക് എൻ OTT ഫിലിം. എനിക്കോ അതുപോലെ തന്നെ ആണോ? അപ്പോൾ അങ്ങനെയായിരുന്നു നമ്മുടെ രണ്ടാമത്തെ പടവും. 2 ദിവസം 2 പടം കണ്ടു. 3-ാം ദിവസം അടുത്ത പടം കാണാൻ നോക്കാം. അപ്പോൾ ടിൽ ദെൻ ബൈ.